وبركاته. الحمد لله، وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സൂറത്തു ബഖറ അതിൻ്റെ തഫ്സീറിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ. സൂറത്തു ബഖറയുടെ അടിസ്ഥാന ലക്ഷ്യം വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതിലെ ആശയങ്ങളുടെ ഉള്ളടക്കം എന്താണ്? ഒന്ന്, അൽ ഈമാൻ, ഈമാനുമായി ബന്ധപ്പെട്ട്, അതായത് അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിച്ച് അതിൽ വിശ്വസിച്ച് അടിയുറച്ച് നിലകൊള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒന്ന് സൂറത്ത് ബഖറയിൽ പരാമർശിച്ചിട്ടുള്ളത്. രണ്ട്, അൽ ഇസ്തിസ്ലാം. ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങി അവനോട് അനുസരണക്കേട് കാണിക്കാതെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക, അതുപോലെ അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. അതുപോലെ ഈ രണ്ട് മാർഗവും, ഈ രണ്ട് കാര്യവും, ഈമാനും ഇസ്തിസ്ലാമും, അതിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങളും അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനുള്ള ഉപദേശങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് സൂറത്തു അൽ ബഖറയുടെ ഇതിവൃത്തം എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അൽഹംദുലില്ലാ. നമ്മൾ സൂറത്തു ബഖറയിൽ 102 ആയത്ത് മുതലാണ് ഇൻഷാ അള്ളാ ഇന്ന് പറയേണ്ടത്. അപ്പോൾ ഇത്രയും ആദ്യം നമ്മൾ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, കാഫിറുകളെ കുറിച്ച് പറഞ്ഞു, മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു, ആദം അലൈഹിസ്സലാമിൻ്റെ കഥ, അതിലെ പാഠം പറഞ്ഞു. അതുപോലെ തന്നെ ബനു ഇസ്രായേലുകൾ, യഹൂദന്മാർ, ജൂതന്മാർ, അവർ ഓരോ സന്ദർഭങ്ങളിൽ കാണിച്ചിട്ടുള്ള അനുസരണക്കേടുകളും വഴികേടുകളും അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുള്ള ഗുണപാഠങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ റബ്ബ് സൂറത്ത് ബഖറയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 102 ആയത്ത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾ സിഹറുമായി ബന്ധപ്പെട്ട് ജൂതന്മാരും അതുപോലെ തന്നെ അവരെ പിന്തുടർന്ന ആളുകളും സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് ആരോപിച്ച കടുത്ത ആരോപണവും അതിനുള്ള മറുപടിയുമൊക്കെയാണ് ഈ 102 ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈമാൻ അലൈഹിസ്സലാമിനെ നബിയായി അംഗീകരിച്ചപ്പോൾ, ഒരു ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഒരു സാഹിറായി, ഒരു സിഹർ ചെയ്യുന്ന ഒരു മാരണക്കാരനായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ നബിയായി അവർ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ നുബുവത്ത് സ്ഥാപിച്ച സമയത്ത് ജൂതന്മാർ, യഹൂദികൾ പരിഹസിക്കാൻ തുടങ്ങി. എന്താണ് ഈ കൂട്ടർ, ഇവർ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സാഹിറിനെ ആണല്ലോ നബിയായി പരിചയപ്പെടുത്തുന്നത് എന്നവർ പറയാൻ തുടങ്ങി. അല്ലാഹുൽ മുസ്തആൻ. അപ്പം അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. ശൈത്താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതിനെ അവർ പിന്തുടർന്നു. അതായത് ജൂതന്മാർ, യഹൂദികൾ എന്ത് ചെയ്തു? ഷെയ്ത്താൻ അവർക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരെന്ത് ചെയ്തു? പിന്തുടർന്നു. അങ്ങനെ ഒരു രണ്ട് കാര്യമാണ്. രണ്ട് രൂപത്തിലാണ് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ഈ വിഷയത്തിൽ അലാ മുൽക്കി സുലൈമാൻ, അതായത് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ അധികാരം എന്ന അർത്ഥത്തിൽ തഫ്സീർ വന്നിട്ടുണ്ട്. അതായത് സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ അധികാരം അദ്ദേഹം നിലനിർത്തിയത് സിഹറിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് സുലൈമാൻ അലൈഹിസ്സലാം ചെയ്തിട്ടുള്ള ഈ അത്ഭുതങ്ങൾ, ജിന്നുകളെ കീഴ്പ്പെടുത്തിയിട്ടും അതുപോലെയുള്ള വലിയ വലിയ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും അദ്ദേഹത്തിൻ്റെ അധികാരവും, അല്ലേ,
സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബിക്ക് മുമ്പോ ശേഷമോ അതുപോലെയുള്ള ഒരു അധികാരം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്രയും വലിയ അധികാര പരിധി കിട്ടിയത് സിഹറിലൂടെയാണ് എന്ന് ഷെയ്ത്താൻ പറഞ്ഞു കൊടുത്തതിനെ അവർ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അവർ അതിനെ പിന്തുടർന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ, അതായത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ റഈയത്ത്, അവിടുത്തെ ആ നാട്ടിലുണ്ടായിരുന്ന ജനത, ആ ജനതയെക്കുറിച്ചാണ് മുൽക്ക് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അതായത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ജനങ്ങൾ അവരെന്ത് ചെയ്തു? അവർ ഷെയ്ത്താൻ പറയുന്നതനുസരിച്ച് എന്താണ്, കാഹിന്മാർ, ജ്യോത്സ്യന്മാരും അവരൊക്കെ പറയുന്നത് വിശ്വസിച്ചിട്ട് അവരെന്ത് ചെയ്തു? പിന്നെ സിഹറിൻ്റെ പിന്നാലെ പോയി. സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ജനങ്ങൾ ഷെയ്ത്താൻ പറയുന്നതനുസരിച്ച് സിഹറിൻ്റെ പിന്നാലെ പോവുകയും അങ്ങനെ ധാരാളം വഴികേടുകളിൽ ചെല്ലുകയും ചെയ്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ജിന്നുകൾക്ക് ഗൈബ് അറിയാം, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവരാണ് ജിന്നുകൾ എന്ന് വരെ വാദിക്കുന്ന അവസ്ഥയിലേക്ക് ആര് പോയി? സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ആളുകൾ പോയി. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം എന്ത് ചെയ്തു? ജിന്നുകൾ ഓതിക്കൊടുത്തിട്ടുള്ള ഇത്തരം വ്യാജ വാർത്തകൾ അടങ്ങിയ രേഖകൾ, അതുപോലെ തന്നെ സിഹറിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ സുലൈമാൻ അലൈഹിസ്സലാം പിടിച്ചെടുക്കുകയും അവിടുത്തെ സിംഹാസനത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഈ ഈ കാര്യങ്ങൾ, ഈ രഹസ്യങ്ങൾ എടുക്കാൻ വന്നാൽ അവൻ്റെ കഴുത്ത് ഞാൻ ഇറക്കും എന്ന് പറഞ്ഞ് സിഹറിൻ്റെ രഹസ്യങ്ങളും അതുപോലെ തന്നെ ഇത്തരം ശൈത്താന്മാർ ഓതിക്കൊടുത്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെ സുലൈമാൻ അലൈഹിസ്സലാം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സുലൈമാൻ അലൈഹിസ്സലാം വഫാത്തായ ശേഷം, മരിച്ച ശേഷം, ഷെയ്ത്താന്മാർ എന്ത് ചെയ്തു? പിശാചുക്കൾ എന്ത് ചെയ്തു? ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തു, ഇനി നിങ്ങളത് പോയിട്ട് എന്ത് ചെയ്യുക? എടുക്കുക. അതുവരെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, ഒരു ഷെയ്ത്താനിനും അങ്ങോട്ട് അടുക്കാൻ പറ്റുമായിരുന്നില്ല. സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ ഇഅ്ജാസ് കാരണത്താൽ, അള്ളാഹുവിൻ്റെ സഹായം കാരണത്താൽ ആ സിഹറിൻ്റെ വസ്തുക്കളെ സമീപിക്കാനോ അവിടുത്തെ സിംഹാസനത്തിന് താഴെ നിന്ന് അത് എടുത്തു കൊണ്ടുവരാനോ ഒന്നും പറ്റുമായിരുന്നില്ല. എന്നാൽ സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ വഫാത്തിന് ശേഷമോ ഷെയ്ത്താന്മാർ ആളുകളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തു, ഇത് പോയിട്ട് എടുക്കാനും അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ. അങ്ങനെ അവരെന്ത് ചെയ്തു? ജനങ്ങൾ അവിടെ പോയിട്ട് അതെടുത്തു. ഷെയ്ത്താൻ, പിശാചുക്കൾ അവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്ത എന്താണ്? നിങ്ങളെ ഇത്രയും കാലം സുലൈമാൻ അലൈഹിസ്സലാം ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന് കീഴെയുള്ള ഈ സിഹർ ഉപയോഗിച്ചിട്ടാണ്, ആ രഹസ്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ന കളവ് ഷെയ്ത്താന്മാർ ജനങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊടുത്തു. ആ കളവാണ് എന്ത് ചെയ്തത്? ബനു ഇസ്രായേലുകൾ അനുസരിച്ചിട്ട് അത് പിന്തുടർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ബനു ഇസ്രായേലുകൾ സുലൈമാൻ നബിയെ എന്താക്കി പറഞ്ഞത്? സുലൈമാൻ നബി വെറും ഒരു സാഹിറാണ്, നബിയല്ല എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ ഇട്ടുകൊടുത്ത വ്യാജ വാർത്തയാണ് അവർ പിന്തുടർന്നിട്ടുള്ളത്. അപ്പം ഇതിന് റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കാം, സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് ജൂതന്മാർ, യഹൂദികൾ പറഞ്ഞ ആരോപണത്തിന് അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ. വമാ കഫറ സുലൈമാൻ, സുലൈമാൻ അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ സിഹർ ചെയ്തതിലൂടെ കാഫിറായിട്ടില്ല. അപ്പോൾ ഇതിന്നൊരു കാര്യം മനസ്സിലാക്കുക, സിഹർ ചെയ്യുക എന്നത് എന്താണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അത് ഇസ്ലാമിക ജ്യോത്സ്യം എന്ന് പറഞ്ഞിട്ട്, അറബിക് ജ്യോത്സ്യം, ഇസ്ലാമിക ജ്യോത്സ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലും പിന്നെ പരസ്യങ്ങളിലൊക്കെ കാണാം. സുബ്ഹാനല്ലാഹ്, ഒക്കെ സിഹറാൻ. അർത്ഥമറിയാത്ത, വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ മുട്ടയിൽ എഴുതി കുഴിച്ചിടുക, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം അങ്ങനെയുള്ള ആളുകൾ കാണാം. അത് ഉസ്താദ് എഴുതി കഴിഞ്ഞാലും, സ്വാമി എഴുതി കഴിഞ്ഞാലും, പള്ളിയിൽ അച്ഛൻ എഴുതി കഴിഞ്ഞാലും ഒക്കെ സിഹറാൻ. മൻ സഹറ വഖദ് കഫർ. ആരെങ്കിലും സിഹർ ചെയ്താൽ അവൻ കാഫിറാൻ, അവൻ ഇസ്ലാമിന്റെ പുറത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ കഫറ സുലൈമാൻ, സുലൈമാൻ അലൈഹിസ്സലാം സിഹർ ചെയ്തതിലൂടെ കാഫിറായിട്ടില്ല, മറിച്ച് സുലൈമാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹർ. ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നതിലൂടെ, അതായത് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ സിംഹാസനത്തിന് കീഴിൽ കുഴിച്ചിടപ്പെട്ട സിഹറിന്റെ വസ്തുക്കൾ പുറത്തെടുത്ത് ജനങ്ങളെ അത് പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതിലൂടെ, അതുപോലെ ജനങ്ങൾക്ക് അത്തരം വിദ്യകൾ ജ്യോത്സ്യന്മാർക്ക് ഇട്ടുകൊടുത്തതിലൂടെ
യഥാർത്ഥത്തിൽ കാഫറുകളായിട്ടുള്ളത് വലാകിന്ന ശയാതീന കഫറു, പിശാചുക്കളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കാഫിറായിട്ടുള്ളത്. ജനങ്ങളെ ഈ സിഹർ ഉപയോഗിച്ച് വഴികേടിലാക്കുകയും അങ്ങനെ അവരെ അത്തരം പിന്നെ വിജ്ഞാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തതിലൂടെ. അപ്പോൾ സിഹർ ചെയ്യുക എന്നത് മാത്രമല്ല കുഫറായിട്ടുള്ളത്, സിഹർ പഠിക്കലും എന്താണ്, കുഫറാണ്. ബ്ലാക്ക് മാജിക് അല്ലേ, നമ്മളെ നാട്ടിൽ വിദേശികൾ വരെ വന്നിട്ട്, സുബ്ഹാനല്ലാഹ്, വാർത്തകൾ ഒരുപാട് പുറത്തു വന്നതാണ്. ഒരുപാട് വിദേശികൾ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ സന്ദർശിക്കുന്നത് തന്നെ ഇത്തരം ചാത്തൻ സേവകൾക്കും അതുപോലെ തൽസമാത്ത്, സിഹറിന്റെ തൽസമാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിഹറാൻ, പച്ചയാ സിഹറാൻ. പല തങ്ങന്മാരും ഉസ്താദുമാരും ഒക്കെ ഈ പിന്നെ കാണാതെ പോയ വസ്തുക്കൾ കണ്ടുപിടിക്കാനും, ജിന്നുമ്മമാര് അല്ലേ, കാണാതെ പോയ സാധനമൊക്കെ കണ്ടുപിടിക്കാൻ അവരെന്ത് ചെയ്യും, എണ്ണയിൽ എഴുതിയിട്ടും അതുപോലെ മുട്ടയിൽ എഴുതി കുഴിച്ചിട്ടിട്ടും തകിട് എഴുതിയിട്ടും വീട്ടിൽ ചുമരിനൊരു തുള ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ ശൈത്താന്മാരെ തൃപ്തിപ്പെടുത്താനും അതുപോലെ തന്നെ പിശാചുക്കളെ സന്തോഷിപ്പിക്കാനുമുള്ള സിഹറിന്റെ പണികളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇത്തരം പണികൾ എടുക്കുന്നതിലൂടെ, അത് ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതിലൂടെ, ഇത് ചെയ്യുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ എന്താണ്, ഇസ്ലാമിന്റെ പുറത്താൻ. വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ വമാ ഉൻസില അലൽ മലകൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന ബാബിലോണിയയിലേക്ക് നിയോഗിക്കപ്പെട്ട 2 മലക്കുകൾ. അപ്പോൾ ഷെയ്ത്താൻമാർ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു, അതിലൂടെ ഷെയ്ത്താൻമാർ കാഫിറായി, അവർക്ക് ഒരു ഉദുറില്ല, ഒരു കാരണവുമില്ല. അള്ളാഹു ജനങ്ങൾക്ക് പരീക്ഷണമായിക്കൊണ്ട് 2 മലക്കുകളെ പറഞ്ഞയച്ചു. ആ മലക്കുകളും ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു. പക്ഷേ അവർ അത് പഠിപ്പിക്കുന്നത് എന്തിനാണ്, ഒരു അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമായിക്കൊണ്ടാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ നിങ്ങൾക്കുള്ള പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ മലക്കുകൾ അവർക്ക് സിഹർ പഠിപ്പിച്ചിട്ടില്ല. ഫലാ തക്ഫുർ, അതുകൊണ്ട് സിഹർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കാഫിറാകാൻ പാടില്ല. അപ്പോൾ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികളിലോ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാകും ഇല്ലേ, ശൈത്താനിൻ്റെ ബാധ കൊണ്ട്, പ്രയാസം കൊണ്ട് അസുഖം വന്ന് ആളുകൾ, പിന്നെ ഖുർആൻ കേൾക്കുമ്പോൾ, ബാങ്ക് കേൾക്കുമ്പോൾ കൂക്കി വിളിച്ചോടുന്നവർ ഇല്ലേ, ശൈത്താൻ ബാധിച്ച ആളുകൾ. നിങ്ങൾ അനുഭവത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. പലതും സിഹർ ഫലിച്ചതായിരിക്കും. ഏതെങ്കിലും ശത്രുക്കളോ പിന്നെ ആരെങ്കിലും ഒക്കെ സിഹർ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കണ്ണേറ് തട്ടിയതോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ശൈത്താനിന്റെ ഉപദ്രവങ്ങളോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള കഥകൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ പരിഹാരം എന്താണ്? ഒരു സിഹറിനെ തകർക്കാൻ വേറെ സിഹർ ചെയ്യലാണോ? അല്ലാഹുൽ മുസ്തആൻ. അതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് 99.99% നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഷൈത്താനിനെ പരാജയപ്പെടുത്താൻ ഷൈത്താനിനെ തന്നെ സമീപിക്കുക. ചെറിയ ഷൈത്താനിനെ പരാജയപ്പെടുത്താൻ വലിയ ഷൈത്താനിൻ്റെ അടുത്ത് പോവാം. അല്ലാഹുൽ മുസ്തആൻ. സിഹർ ചെയ്യുന്ന അമ്പലങ്ങൾക്ക് മുമ്പിൽ, ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ, ജ്യോത്സ്യന്മാർക്ക് മുന്നിൽ, തങ്ങന്മാരുടെയും ഉസ്താദുമാരുടെയും മുന്നിൽ ആളുകൾ വരി നിൽക്കാൻ. എന്താണ്, പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ഫലമല്ല, ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ വഴി നോക്കിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ വഴി നോക്കുക. എന്താണ് ഞങ്ങളെ വഴി? ഇത്തരം കപടന്മാരുടെ, സാഹിറുകളുടെ അടുത്തേക്ക് പോകലാണോ? അല്ല. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾക്ക് ശരിയായ വഴിയുണ്ട്. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, അത് ധാരാളമായി കേൾക്കുകയും പാരായണം ചെയ്യലുമാണ്, ഓതിക്കൊടുക്കലാണ്. ഖുർആൻ ഓതിക്കൊടുക്കലാണ്. അതുപോലെ തന്നെ അദ്കാറുകൾ ചൊല്ലലാണ്. മനസ്സിലായില്ലേ? അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഷിഫാ ഉണ്ടാകുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി. وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر. സിഹർ ചെയ്യുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ നിങ്ങൾ കാഫിറായി പോകരുത് എന്ന് മലക്കുകൾ അവരെ താക്കീത് ചെയ്തു. എന്നിട്ടും അവരെന്ത് ചെയ്തു? ഈ ബനു ഇസ്രായേലുകൾ അവർ ഇതിൻ്റെ പിന്നാലെ പോവുകയും ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ സുലൈമാൻ അലൈഹിസ്സലാം സിഹർ ചെയ്തിട്ടില്ല. സിഹർ ചെയ്യുന്നതിലൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുമില്ല.
ഇന്നും നിങ്ങൾക്കെടുത്തു നോക്കിയാൽ സിഹറിന്റെ ഏറ്റവും വലിയ ആളുകളായിട്ട് ജൂതന്മാരെ, യഹൂദികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ NLP, അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം? ആയത്തും ഹദീസൊക്കെ അവർ ഓതും, പക്ഷേ അതിൻ്റെ അസ്ല് സിഹറാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ശാസ്ത്രീയമായി പഠിച്ചവരും ദീനിയായി പഠിച്ചവരും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഇത് പ്രത്യേകം പേരെടുത്ത് പറയാൻ കാരണം അതിൻ്റെ അപകടത്തിൽ ധാരാളം ആളുകൾ പോയി പെട്ടത് കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശരി. فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ. അങ്ങനെ ഈ എന്താണ്, മലക്കുകളുടെ അടുത്ത് നിന്ന് അവർ പഠിച്ച സിഹർ എന്താണ്? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുക എന്ന സിഹറാണ്. ഇവിടെ നമ്മൾക്ക് വലിയൊരു പാഠമുണ്ട്. എന്താണ്? ഏറ്റവും അധികം സിഹർ ഉണ്ടാകാറുള്ളത് ഈ ഒരു വിഷയത്തിലാണ്. കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കുക, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക എന്ന വിഷയത്തിലാണ് അധികവും സിഹർ സംഭവിക്കാറുള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആലം. സിഹറിൽ ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു സിഹർ ഭാര്യനെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് എന്നും കേൾക്കാൻ സാധിച്ചു. അള്ളാഹു ആലം. മാത്രമല്ല പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത് ഒരാളെ പിഴപ്പിക്കാനുള്ള, ഒരാളെ വഴികേടിലാക്കാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ടാണ് ശൈത്താൻ കാണുന്നത്. മനസ്സിലായ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റി നടക്കുക, അവരെ തമ്മിൽ പിണക്കുക എന്നത് ആളുകളെ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയായിട്ടാണ് ഇബ്ലീസ് കാണുന്നത്. അതുകൊണ്ടാണ് ഇബ്ലീസ് ശൈത്താന്മാരുമായി മീറ്റിംഗ് കൂടുന്ന സമയത്ത് പിന്നെ അവൻ്റെ ഏറ്റവും തൊട്ടടുത്ത് അവൻ അംഗീകരിക്കുന്ന ശൈത്താൻ ആരാൻ? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ശൈത്താന്മാരെയാണ്. അവർക്കാണ് ഇബ്ലീസിന്റെ അടുത്ത് വലിയ സ്ഥാനം. ലഅനഹുമുല്ലാഹ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. നഊദു ബില്ലാഹി മിനശ് ശയാത്തീനിർ റജീം. ശരി. അപ്പോൾ ഇങ്ങനെയുള്ള സിഹറുകൾ അധികവും സിഹർ ചെയ്യുന്ന ആൾക്കാർ അത് തന്നെയാണ് ചെയ്യുക, അല്ലേ? എന്താണ്? ആകർഷണ വികർഷണ മന്ത്രം, ഭാര്യാഭർത്തക്കന്മാരെ തമ്മിൽ ഇണക്കാനും പിണക്കാനുമുള്ള സിഹറുകൾ, മന്ത്രങ്ങൾ, ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോവുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ, ഈ സിഹർ യഥാർത്ഥത്തിൽ ഈ ആളുകൾ പഠിച്ചത്, അവർ വിചാരിച്ചത് ഇതിനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടെന്നാണ്. സുലൈമാൻ നബി നേടിയെടുത്തതുപോലെയുള്ള വലിയ അധികാരവും ശക്തിയും കഴിവുമൊക്കെ നേടിയെടുക്കാൻ പറ്റും ഈ സിഹറിനെ കൊണ്ട് എന്ന തെറ്റിദ്ധാരണ നിമിത്തമാണ് ഇവരൊക്കെ ഇത് പഠിക്കുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതി കൊണ്ടല്ലാതെ ഇവർക്ക് ഈ സിഹർ മുഖേന ഒരാളെയും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. ഈ ആയത്ത് വലിയ തെളിവാണ്. സിഹർ അത് മുഖേന ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കും എന്നതിൻ്റെ തെളിവാണ്. അള്ളാഹു ഇപ്പോ ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വിഷം, ആ വിഷം കൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ വേറൊരാളെ ഉപദ്രവിക്കാൻ പറ്റും, അല്ലേ? പക്ഷെ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിലേ അയാൾക്ക് ഉപദ്രവിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അള്ളാഹിന്റെ ഇതിനില്ലെങ്കിൽ അയാൾക്ക് എന്തും ഒരാളെയും ഉപദ്രവിക്കാൻ പറ്റൂല. അള്ളാഹു അയാളെ തടുത്തു നിർത്തും. അള്ളാഹു നീ നൽകിയതിനെ തടുക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല, നീ തടുത്തതിനെ നൽകാനും ഒരാൾക്കും സാധിക്കുകയില്ല. അപ്പൊ ഈ സിഹറും അങ്ങനെ തന്നെയാണ്. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ. ഈ സിഹർ മുഖേന അവർക്ക് ഒരാളെയും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല, ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. അപ്പൊ അള്ളാഹു മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കാൻ വെച്ചിട്ടുള്ള ഒരു സബബ്, ഒരു കാരണമാണ് സിഹർ. കത്തി പോലെ, ആയുധങ്ങൾ പോലെ, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പോലെ മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണം, സബബാണെന്ത്? സിഹർ. പക്ഷേ പേടിക്കേണ്ടതില്ല. ആ സിഹറിനെ തകർക്കാൻ അതിനേക്കാളും വലിയ സാഹിറിന്റെ അടുത്ത് പോകണ്ട. അള്ളാഹുവിലേക്കാണ് നിങ്ങൾ അതിൽ നിന്നുള്ള രക്ഷ തേടേണ്ടത് എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കം. വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, എന്താണ്? വയതഅല്ലമൂന മാ യദുറുഹും
ولا ينفعهم ويتعلمون ما يضرهم ولا ينفعهم. അവര് യഥാർത്ഥത്തിൽ സിഹർ പഠിച്ചതിലൂടെ അവർ ചെയ്തത് എന്താണ്? മാ യദുറുഹും, അവർക്ക് സ്വയം ഉപദ്രവം ഉണ്ടാകുന്ന കാര്യമാണ് അവർ പഠിച്ചിട്ടുള്ളത്. അവർക്ക് സ്വയം ഉപദ്രവം ഉണ്ടാകുന്ന കാര്യമാണ് പഠിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ദുനിയാവിലും ആഖിറത്തിലും സിഹർ പഠിക്കുന്നവർക്കും ചെയ്യുന്നവർക്കൊക്കെ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അവർക്ക് താൽക്കാലികമായി ചില ശമനം ഉണ്ടാവുമെങ്കിലും ഷെയ്ത്താൻ അവരെ വിടുകയില്ല. അവരെ വീണ്ടും വീണ്ടും ഷെയ്ത്താൻ ഉപദ്രവിച്ചുകൊണ്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം ഷെയ്ത്താനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം? ഇവനെ കൊണ്ട് സിഹറും ഷിർക്കും ഒക്കെ ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അത്തരം ആളുകൾക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. നേരെ മറിച്ച് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി ശർഇൽ അംഗീകൃതമായ ഖുർആൻ പാരായണത്തിലൂടെയും ഖുർആൻ കേൾക്കുന്നതിലൂടെയും റുഖിയ ഷർഇയായ റുഖിയ ചെയ്യുന്നതിലൂടെയും ഒക്കെ ഒരാൾ ശമനം തേടുകയാണെങ്കിലോ അയാൾക്ക് പിന്നെ ഒരിക്കലും ശൈത്താൻ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ശാശ്വതമായ ശമനം അള്ളാഹു കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും കുറച്ച് സമയമെടുത്തിട്ടായാലും ലഭിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശരി, അപ്പോൾ അള്ളാഹു പറഞ്ഞു ഈ സിഹർ മുഖേന അവർ സ്വന്തം തന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ദുനിയാവിലും മാത്രമല്ല ആഖിറത്തിലും. അല്ലേ? വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. സാഹിർ എങ്ങനെ എന്തുകൊണ്ട് വന്നാലും അവൻ വിജയിക്കുകയില്ല. ദുനിയാവിലും അവന് വിജയമില്ല, ആഖിറത്തിലും വിജയമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ശരി, മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സബഉൽ മുബിഖാത്ത്, 7 വൻ പാപങ്ങൾ എണ്ണിയപ്പോൾ അതിൽ രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് എന്താണ്? സിഹറാൻ. അല്ലേ? ഇജ്തനിബുസ് സബഅൽ മുബിഖാത്ത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ് വസ്സിഹർ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വൻകുറ്റം. രണ്ടാമത്തെ വൻകുറ്റം എന്താണ്? സിഹറാൻ. അത്രയും വലിയ തിന്മയാണ് സിഹർ എന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. വലഖദ് അലിമു ലമനിഷ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ഈ യഹൂദികൾ, ജൂതന്മാർ, അവർ ചെയ്ത പണി എന്താണ്? അവർ ചെയ്തത് ഈ പിന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മിനിറ്റ്. വലഖദ് അലിമു, അവർ അറിഞ്ഞിട്ടുണ്ട്. അവര് എന്ത് ചെയ്തിട്ട്? ഈ യഹൂദികൾ അവര് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും അവർ ഈ വഴിയിലേക്ക് പോയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു നന്മ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ നന്മ ചെയ്യുക, തിന്മ ചെയ്യാൻ പഠിച്ചു തിന്മയെക്കുറിച്ച് അത് തിന്മയാണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക. ഇതാണ് ഇതിന്റെ വിരുദ്ധം. അറിഞ്ഞിട്ടും തിന്മ ചെയ്യുക, അറിഞ്ഞിട്ടും നന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് മഗ്ദൂബുൻ അലൈഹി, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാകാനുള്ള കാരണം എന്ന് നമ്മൾ ഫാത്തിഹയിൽ പഠിച്ചിട്ടുണ്ട്. അല്ലേ? അപ്പോ അള്ളാഹു ഈ യഹൂദികളെ കുറിച്ച് പറയാണ്, വലഖദ് അലിമു, അവര് മുമ്പ് തന്നെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ലമനിഷ്തറാഹു, ഈ സിഹർ വിലക്ക് വാങ്ങിയവർ, ഇത് പഠിച്ച ആളുകൾ. അപ്പൊ അള്ളാഹു നോക്കൂ, നിങ്ങൾ ഈ സിഹറിനെ കുറിച്ച് ഉപയോഗിച്ച വാക്ക്, ഇത് പഠിച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവരത് വാങ്ങി എന്നാണ്. ഒരു കച്ചവടം ചെയ്യുന്ന അതേ ലാഘവത്തിൽ, അതേ താല്പര്യത്തിൽ അവർ ഈ സിഹർ പഠിക്കുകയും വിലക്ക് വാങ്ങുകയും ചെയ്തു. പകരം അവർ കൊടുത്തതാണെങ്കിലോ, അവർക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത് അടങ്ങുന്ന ഹിദായത്തിന്റെ വലിയ വെളിച്ചം ആണ് അവരെന്ത് ചെയ്തത്? പകരം കൊടുത്തത്. മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർ പഠിച്ച കാര്യം എന്താണ്? ഈ സിഹർ അത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന് എന്തില്ല? ആഖിറത്തിൽ ഒരു ഓഹരിയും ഇല്ല എന്നവർ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വലബിഅസ മശ്തറൂ ബിഹി അൻഫുസഹും വലബിഅസ മാ ശറൂ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. അവര് അവരുടെ സ്വന്തത്തെ തന്നെ വിറ്റിട്ട് വാങ്ങിയ ഈ സിഹർ, കാരണം സ്വന്തത്തെ തന്നെ നഷ്ടപ്പെടുത്താണ് സിഹർ ചെയ്യുന്നതിലൂടെ ഇവർ ചെയ്യുന്നത്. അതിന് അങ്ങനെ ചെയ്ത ഈ ആളുകൾ എത്ര മോശം കാര്യമാണ് ചെയ്തിട്ടുള്ളത്
എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലൗ കാനൂ യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, ശരിയായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇതിന്റെ ശിക്ഷയും ഈ സിഹർ ചെയ്യുന്നതിന്റെ കടുത്ത ശിക്ഷ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരൊരിക്കലും എന്ത് ചെയ്യുമായിരുന്നില്ല, ഇതിന്റെ പിന്നാലെ പോകുമായിരുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ താക്കീത് ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അന്നഹും ആമനു, ഈ ആളുകൾ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, വത്തഖൗ, തഖ്വ പാലിച്ചിരുന്നെങ്കിൽ, ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം അതാകുന്നു അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ലൗ കാനൂ യഅലമൂൻ, അവരറിഞ്ഞിരുന്നെങ്കിൽ. എത്ര വ്യക്തമാണ്! അപ്പോൾ ഈ ആളുകൾ ശരിയായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ തഖ്വ പാലിക്കുകയും അള്ളാഹുൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടുന്ന പ്രതിഫലം. അതാകുന്നു അവർക്ക് ഏറ്റവും നന്നായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ സാഹിര്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് അവരുടെ ഈ സിഹറിൻ്റെയും അവരുടെ വർത്തമാനങ്ങളും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി അവനിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ, അല്ലെ, ഇത്തരം ആളുകൾ പറഞ്ഞതൊക്കെ പോയി വിശ്വസിക്കുക. എന്തുണ്ടെങ്കിലും ഈ സിഹറിൻ്റെയും പിന്നെ കൂടോത്രത്തിൻ്റെയും തൽസമാത്തിൻ്റെയും, അറബി പേര് തൽസമാത്താണ്, അല്ലേ? അതുപോലെ ഇസ്മിൻ്റെ പണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്മിൻ്റെ പണി, ഇതൊക്കെ സിഹറാണ്. ഇസ്മിൻ്റെ പണി, തൽസമാത്ത്, അതിൻ്റെ കിതാബ്, അറബിയിലുള്ള സിഹർ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് തങ്ങൾ ചെയ്താലും, ജിന്നുമ്മ ചെയ്താലും, സ്വാമി ചെയ്താലും, പള്ളിയിലെ അച്ഛൻ ചെയ്താലും ഒക്കെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കടുത്ത കുഫറാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ഭയപ്പാടോടുകൂടി നിലകൊള്ളുക, അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന്, ആളുകളിൽ നിന്ന് ദൂരെ നിൽക്കുക. നിങ്ങൾ ചിലപ്പോൾ അവർ ഖുർആൻ ഓതുന്ന കാണും, നിസ്കരിക്കുന്ന കാണും, തസ്ബീഹമാല അവരെ കയ്യിൽ കാണും, തലപ്പാവ് കാണും, വലിയ താടി കാണും, ഒക്കെ കാണും. പക്ഷേ അവരുടെ രഹസ്യങ്ങളിൽ ആരും അറിയാതെ കടുത്ത സിഹർ ചെയ്യുന്ന സാഹിറുകളായിരിക്കും അധികം ആളുകളും. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒട്ടുമിക്ക ആളുകൾ, പ്രത്യേകിച്ച് ഇസ്മിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ, തൽസമാത്തിൻ്റെ പണിയെടുക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞറിയപ്പെട്ട ആളുകൾ, അതുപോലെ കാണാതെ പോയ സാധനങ്ങൾ കണ്ടുപിടിച്ച് തരും എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അദൃശ്യകാര്യം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. പിന്നെ ഇതൊക്കെ ഇവർക്ക് ശൈത്താന്മാർ ഇട്ട് കൊടുക്കുന്ന ഇൽഹാമിനനുസരിച്ച്, ആ തങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ആ കല്യാണ വീട്ടിൽ നിന്ന് കാണാതായ സ്വർണം തെക്കേ മൂലയിൽ അവിടെ പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തെക്കേ മൂലയിൽ മരത്തിൻ്റെ അടിയിൽ പോയി തപ്പിയപ്പോൾ കിട്ടിയല്ലോ എന്നൊക്കെ ചിലപ്പോൾ ആളുകൾ പറയും. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഷെയ്ത്താൻ അവർക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ സിഹർ മുഖേന ഷെയ്ത്താൻ അവർക്ക് ഈ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെയും പിന്നെ എന്തുണ്ടെങ്കിലും പിന്നെ എന്ത് ആളുകൾ ഇത്തരം ആളുകളെടുത്ത് പോകും. അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റി, കുടുംബങ്ങൾ തമ്മിൽ തെറ്റി, അവരുടെ കുടുംബം ശിഥിലമായിരിക്കും. കാരണം ഷെയ്ത്താൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കുറച്ച് വലിയ ആയത്താണ്. ഈ ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഒന്ന്, സുലൈമാൻ അലൈഹിസ്സലാം സിഹറിലൂടെ അല്ല എന്ത് ചെയ്തിട്ടുള്ളത്, തൻ്റെ അധികാരം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന കാര്യം ജൂതന്മാർക്ക് അള്ളാഹു മറുപടി കൊടുത്തു. സുലൈമാൻ അലൈഹിസ്സലാം സിഹർ ചെയ്യുന്നതിലൂടെ കാഫിറായിട്ടില്ല. സിഹർ ചെയ്യുന്നവർ കാഫിറാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സിഹർ പഠിക്കുന്നതിലൂടെ ജൂതന്മാരും യഹൂദികളും ആരൊക്കെ പഠിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് നമ്മൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒരു സാഹിറിനും ആരെയും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന ധൈര്യം, വിശ്വാസം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ സിഹറിലൂടെ ഏറ്റവും അധികം നടക്കുന്നത് കുടുംബങ്ങൾ ശിഥിലമാകുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റുക എന്നതാണ്. അത്തരം കേന്ദ്രങ്ങൾ സമീപിക്കാൻ പാടില്ല. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വഴിയാണ്. ശിർക്ക് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ തിന്മയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. സിഹർ ദീന് വിറ്റിട്ട്, ദീനിനെ പകരം കൊടുത്തിട്ട് സാഹിറിൻ്റെയും കൂടോത്രക്കാരുടെയും അടുക്കൽ പോകുന്നവർ യഥാർത്ഥത്തിൽ ദുനിയാവിലും ആഖിറത്തിലും കടുത്ത പരാജയങ്ങൾ നേരിടേണ്ടി വരും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇത്തരം ആളുകൾ വലൗ അന്നഹും ആമനു വത്തഖൗ ലമസൂബത്തുൻ മിൻ ഇൻദില്ലാഹി ഖൈർ, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഇത്തരം കൂടോത്രക്കാരുടെയിലും മാരണക്കാരിലും വിശ്വസിക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലമസൂബത്തുൻ മിൻ ഇൻദില്ലാഹി ഖൈർ, അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമുണ്ടല്ലോ, അതാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ലൗ കാനൂ യഅലമൂൻ, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അള്ളാഹു പറയണം.
ഇനി അടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാൻ. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന. അള്ളാഹു വിശ്വാസികളോട് പറയാൻ, സ്വഹാബിമാരോടാണ് ഇതിന്റെ അഭിസംബോധന. സ്വഹാബിമാരോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത്. വഖൂലു ഉൻദുർന, നിങ്ങൾ ഉൻദുർന എന്ന് പറയണം. എന്താണ് സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ സ്വഹാബിമാർ ഇരിക്കുന്ന സമയത്ത് സ്വഹാബിമാർ എന്ത് ചെയ്യുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, എൻ്റെ ഒരു ചോദ്യമുണ്ട്, എൻ്റെ സംശയമുണ്ട് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ വേണ്ടി റാഇന, ഞങ്ങളെ ഒന്ന് പരിഗണിക്ക് നബിയെ എന്ന് അറബിയിൽ പറയുമായിരുന്നു. യഥാർത്ഥത്തിൽ റാഇന എന്ന വാക്കിന് ദ്വയാർത്ഥമുണ്ട്, രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഞങ്ങളെ പരിഗണിക്കൂ എന്ന അർത്ഥത്തിൽ, റാഇ എന്ന ഫിഅല് അംറായിട്ട്, നബിയെ ഞങ്ങളെ ഒന്ന് പരിഗണിക്കൂ എന്ന അർത്ഥത്തിലുള്ള അർത്ഥം. ആ അർത്ഥമാണ് സ്വഹാബിമാർ ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഈ മജ്ലിസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ എന്ത് ചെയ്യും? ജൂതന്മാരായ മുനാഫിക്കുകൾ വന്നിരിക്കും. എന്നിട്ട് അവരും എന്ത് ചെയ്യും? കളിയാക്കിക്കൊണ്ട് പറയും റാഇന എന്ന് പറയാം. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢി, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ മോശപ്പെട്ട ആള് എന്ന അർത്ഥത്തിൽ അവരെന്ത് ചെയ്യായിരുന്നു? നബിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കായിരുന്നു. അപ്പോൾ കേട്ടാലും മനസ്സിലാവൂല. മനസ്സിലായില്ലേ? ജൂതന്മാർക്ക് അങ്ങനത്തെ കുറെ പണികളുണ്ട്, വാക്കുകളിൽ ഇങ്ങനെ തിരുമറി നടത്താൻ. ആയിഷ റളിയല്ലാഹു അൻഹന്റെ അടുത്ത് വന്നിട്ട് ഒരു യഹൂദി പറഞ്ഞല്ലോ, അസ്സാമു അലൈക്ക്, അല്ലെ, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടതിന് പകരം അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് മരണവും നാശവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, വഅലൈക അസ്സാമു വല്ലഅന യാ അബ്നാ അൽ ഖിറദി വൽ ഖനാസീർ, കുരങ്ങന്മാരുടെയും പന്നികളുടെയും മക്കളെ, നിങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശാപവും മരണവും ഉള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുകയാണ് ഉണ്ടായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അത്ര അധികം പറയേണ്ടതില്ല, ഇങ്ങോട്ട് പറഞ്ഞത് എന്താണോ അത് തന്നെ തിരിച്ചു പറഞ്ഞാൽ മതി, കൂടുതൽ കൊടുക്കണ്ടല്ല. അതിൽ ദീനിന്റെ നീതി നോക്കൂ നിങ്ങൾ, അള്ളാഹു കാണിച്ചിട്ടുള്ള. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വഅലൈക്ക്, തിരിച്ച് എന്ത് പറഞ്ഞാൽ മതി? വഅലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, നീ എനിക്ക് എന്താണോ എന്നെ കുറിച്ച് മോശമായി പറഞ്ഞത് അത് തന്നെ നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ മതി. അതാണ് ദീനിന്റെ അതിൽ. ഇങ്ങോട്ട് എങ്ങനെയാണോ അത്ര തന്നെ അങ്ങോട്ട്, അതിൽ കൂടുതൽ പിന്നെ കൊടുക്കുക എന്നുള്ളത് ദീനിൽ ഇല്ല. അത്രയും നീതി, അതില് ദീനിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശരി, എന്നിരുന്നാലും ഈ യഹൂദികൾ വന്നിട്ട്, ജൂതന്മാരായ മുനാഫിക്കുകൾ വന്നിട്ട് പറയും റാഇന, കളിയാക്കിക്കൊണ്ട് പറയും. സഹാബിമാര് ശരിയായ അർത്ഥത്തിൽ പറയും. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന, നിങ്ങൾ സ്വഹാബിമാരെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? റാഇന പറയരുത്, മറിച്ച് ഉൻദുർന, നബിയെ ഞങ്ങളെ ഒന്ന് നോക്ക്, ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് ഉന്നുർന എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ദ്വയാർത്ഥമുള്ള ചില വാക്കുകൾ കാണാം, അതിന് നല്ല അർത്ഥം ഉണ്ടാവും, ചീത്ത അർത്ഥം ഉണ്ടാവും. അങ്ങനത്തെ വാക്കുകൾ എന്ത് ചെയ്യുക? ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപേക്ഷിക്കുക എന്നൊരു പാഠം കൂടി ഈ ആയത്തിൽ നമുക്ക് കിട്ടും. ശരി, വഖൂൽ ഉൻദുർന, നിങ്ങൾ ഉൻദുർന എന്ന് പറയുക. വസ്മഉ, എന്നിട്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. വലിൽ കാഫിരീന അദാബുൻ അലീം, വലിൽ കാഫിരീന അദാബുൻ അലീം, കാഫിറുകൾക്കാകട്ടെ കടുത്ത ശിക്ഷയുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ഈ ആയത്തിനെ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുർന, നബിയോ പിന്നെ വിശ്വാസികളെ നിങ്ങൾ നബിയോട് നബിയെ ഞങ്ങളെ സഹായിക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് എന്തുണ്ടെങ്കിലും നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്നതിന് വേണ്ടി ചില വഴികെട്ട ആളുകൾ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു തഫ്സീറിൽ പോലും അത്തരമൊരു വ്യാഖ്യാനം നമുക്ക് കാണാനോ കണ്ടെത്താനോ സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ, അല്ലെ? ഇങ്ങനെ ആളുകളോട് ചോദിക്കേണ്ട അങ്ങനെ ഓരോ ആയത്ത് ഉദ്ധരിച്ചിട്ട്, കണ്ടോ ഈ ആയത്ത് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ്, അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് പറയുമ്പോൾ അവരോട് തിരിച്ചൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ ഈ പറയുന്ന വ്യാഖ്യാനം ലോകത്ത് അഹ്ലു സുന്നയുടെ അറിയപ്പെട്ട ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബിമാര് മുതൽ ഈ 2022-25 വരെ ലോകത്ത് ആരെങ്കിലും, ഏതെങ്കിലും വിശ്വസ്തരായ
മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവുകയില്ല. ശരി, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയാൻ, മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രികീന അൻ യുനസ്സല അലൈക്കും മിൻ ഖൈർ. മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി, അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫിറുകൾ അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. വലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. അൻ യുനസ്സല അലൈക്കും മിൻ ഖൈറിൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഖൈർ അവതരിക്കുന്നതിനെ ഈ ബനു ഇസ്രായേലുകൾ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നേ ഇല്ല. ജൂതന്മാർ അഹ്ലുൽ കിതാബ് ഇഷ്ടപ്പെടുന്നില്ല. അവരിഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമാണോ? അല്ല, അത് മാത്രല്ല, പിന്നെയോ വലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളും ഇഷ്ടപ്പെടുന്നില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പിന്നെ നബിയെ പറഞ്ഞയച്ചത് അറബികളിലേക്കാണ് അല്ലേ? അതുകൊണ്ട് അവർക്ക് വലിയ അസൂയ ഉണ്ടായി, അവരുടെ കൂട്ടത്തിലേക്ക് അയക്കാത്തത് കൊണ്ട്. അതിനുശേഷം മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് എന്ത് ഖൈറുണ്ടാകുന്നതും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. മുസ്ലിമീങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതോ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി, അള്ളാഹു ആണ് അവന്റെ കാരുണ്യം കൊണ്ട് ചിലരെ പ്രത്യേകമാക്കുന്നത്. അതായത് അള്ളാഹു അവന് ഇഷ്ടമുള്ള ആളുകൾക്ക് അവന്റെ കാരുണ്യം കൊടുക്കും. അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു നബിമാരെ അവരിലേക്ക് പറഞ്ഞയക്കും. അള്ളാഹു അറബികളുടെ കൂട്ടത്തിൽ നബിമാരെ ഉണ്ടാക്കി എന്നത് അള്ളാഹു അവരോട് ചെയ്ത കാരുണ്യമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യാനും അതിനോട് അസൂയ വെക്കാനും പാടുള്ളതല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു ആകുന്നു ഏറ്റവും വലിയ ഔദാര്യം ചെയ്യുന്നവൻ. അപ്പൊ അള്ളാഹിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഗോത്രത്തിൽ തന്നെ, ഞങ്ങളുടെ ബനു ഇസ്രായേലുകളുടെ കൂട്ടത്തിൽ തന്നെ നബിയെ പറഞ്ഞേക്കണം എന്നൊന്നും പറയാൻ ഉള്ള അധികാരം ആർക്കും ഇല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് കേൾക്കാം. وما كفر سليمان وما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم
ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. ശരി സഹോദരന്മാരെ സഹോദരിമാരെ, ഇനി അടുത്ത ആയത്തുകൾ, അടുത്ത പേജുകൾ 106 ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ബനു ഇസ്രായേലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതൊക്കെ പിന്നെ ബനു ഇസ്രായേലുകളുടെ പൂർവികർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ? പശുവിനെ ആരാധിച്ചതും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയുള്ള ആയത്തുകളിൽ, അതുപോലെ തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിലൊക്കെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള യഹൂദികൾ അവർ പറഞ്ഞ ആരോപണങ്ങൾ, അതിനുള്ള മറുപടി, അതുപോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള ശുബഹത്തുകൾക്കുള്ള മറുപടി ഒക്കെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഇനിയുള്ള ആയത്തുകളിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. യഹൂദികളും അതുപോലെ നസ്രാനികളും മുശ്രിക്കുകളും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള വിശകലനങ്ങൾ ആണ് ഇനിയുള്ള ആയത്തുകളിലുള്ളത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മിക്കണം, എന്താണ് സൂറത്തു ബഖറയുടെ അടിസ്ഥാനം? അള്ളാഹുവിനെ അനുസരിച്ച് ഹിദായത്തിലായിക്കൊണ്ട് എങ്ങനെ ജീവിക്കണം. അപ്പോൾ ആ ഹിദായത്തിലായിട്ട് ജീവിക്കണമെങ്കിൽ എന്താണ്, ദലാലത്തിന്റെ, വഴികേടിന്റെ ആളുകൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ, അതിന് ഉള്ള മറുപടികൾ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നത്, അവരുടെ ഓരോ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടികൾ ഖുർആനിലൂടെ നൽകുന്നത്, സൂറത്ത് ബഖറയിലൂടെ നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ, 106 ആയത്ത്. അത് നസ്ഖുമായി ബന്ധപ്പെട്ട ആയത്താണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില ഫിഖ്ഹിയായ, കർമ്മശാസ്ത്രപരമായ അല്ലെങ്കിൽ ഹലാൽ ഹറാമുകളുമായി ബന്ധപ്പെട്ട ചില വിധികൾ, ചില കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഹറാമായിരിക്കും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹലാലാക്കും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആദ്യം ഖബർ സിയാറത്ത് എല്ലാവർക്കും ഹറാമാക്കി. ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഖബർ സിയാറത്തേ പാടില്ലായിരുന്നു. കാരണം ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് തൗഹീദ് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഖബറുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഷിർക്കിലേക്ക് പോവുക എന്ന ബോധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനും ഖബർ സിയാറത്ത് ആദ്യഘട്ടങ്ങളിൽ പാടില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഖബർ സിയാറത്ത് ഹറാമാക്കിയിരുന്നു. അപ്പൊ ആദ്യം അതിന്റെ ഹുക്മ എന്തായിരുന്നു? ഖബർ സിയാറത്ത് ചെയ്യൽ ഹറാമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് നിയമം മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹു എന്ത് ചെയ്തു? ഖബർ സിയാറത്ത് അനുവദിച്ചു. ആളുകൾ തൗഹീദൊക്കെ മനസ്സിലാക്കി, ഖബറിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അവിടെ പോയിട്ട് അവരോട് പിന്നെ സഹായം തേടാൻ പാടില്ല എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി തൗഹീദ് ഉറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഫസൂഹ, ഇനി നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോവുക, ഖബർ സിയാറത്ത് ചെയ്തു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. എന്തിനാ ഖബർ സിയാറത്ത് ചെയ്യുന്നത്? അവിടെ പോയിട്ട് പിന്നെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അവിടെ പോയിട്ട് പിന്നെ ആവലാതി വേവലാതികളൊക്കെ ബോധിപ്പിക്കാനാണോ? അല്ല. അത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണോ? അവിടെ പോയിട്ട് അള്ളഹാനോട് തന്നെ പിന്നെ ഈ ഖബറിലുള്ള മഹാന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ എന്നെ സ്വർഗത്തിലാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണോ? അങ്ങനെ ഒന്നും ശറഅയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സഹോദരിമാരെ, സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകും അൽ ആഖിറ, അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആദ്യം ഹറാമാക്കിയ കാര്യം പിന്നെ ഹലാലാക്കി. ഇങ്ങനെ ഈ ഒരു വിഷയം മാത്രല്ല, ഇതുപോലെയുള്ള ധാരാളം മസ്അലകൾ, ആദ്യം ഹറാമായത്, ആദ്യം വിരോധിച്ച കാര്യം പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? അനുവദിക്കും. ആദ്യം അനുവദിച്ച കാര്യം പിന്നെ അള്ളാഹു ഹറാമാക്കും. എപ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കേട്ടോ. ഇപ്പൊ ആദ്യം കള്ള് ഹറാമായിരുന്നല്ലോ, പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? ആദ്യം കള്ള് ഹലാലായിരുന്നല്ലോ, പിന്നെ അള്ളാഹു ഹറാമാക്കുകയാണ് ചെയ്തത്, അല്ലേ? നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഖിബില മാറ്റി. ആദ്യം മുസ്ലിമീങ്ങളൊക്കെ എങ്ങോട്ടാണ് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്?
ബൈത്തുൽ മഖ്ദിസിന്റെ നേരെയാണ് അല്ലേ, ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസിന്റെ നേരെയാണ് തിരിഞ്ഞു നിന്നത്. പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? ഖിബില മാറ്റി, കഅബയുടെ നേരേക്ക് മാറ്റി. ഇങ്ങനെ ഷറയിൽ നസ്ഖ് വന്ന സമയത്ത് യഹൂദികൾ, ജൂതന്മാർ, അവർ മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ദീൻ എന്താണ്? നിയമങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഖിബില മാറ്റം ഉണ്ടായ സമയത്ത്, ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് ഖിബില മാറ്റിയ സമയത്ത് ജൂതന്മാർ വലിയ പ്രചാരണം കൊടുത്തു. എന്താണ്? നിങ്ങളുടെ ദീന് യഥാർത്ഥത്തിൽ ഒരു ഉറച്ച ദീനല്ല, അതിങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇഷ്ടപ്രകാരം വെറുതെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ. അതുപോലെ സഹാബിമാരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ദീനിന്റെ നിയമങ്ങൾ മാറ്റാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. അപ്പൊ അതിനുള്ള മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ. അള്ളാഹു ഏതൊരു ഹുക്മിനെ, ഏതൊരു കാര്യത്തെ അള്ളാഹു നസ്ഖ് ചെയ്തോ, അതായത് ഒന്നിൽ നിന്ന് വേറൊരു വിധിയിലേക്ക് മാറ്റം വരുത്തിയോ, അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നുൻസിഹ, പഴയ കാര്യം മറപ്പിച്ച് കളഞ്ഞിട്ട് അള്ളാഹു ചിലപ്പോൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മനസ്സിൽ നിന്ന് അത് മറപ്പിച്ച് കളയും, എന്നിട്ട് പുതിയ ഹുക്മ് ആ വിഷയത്തിൽ കൊടുക്കും. അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാഹു വിധികൾ മാറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു അതിന് നഅതി ബിഖൈരിൻ മിൻഹാ, മുമ്പുള്ളതിനേക്കാൾ നല്ലതാണ് അള്ളാഹു കൊണ്ടുവരാം. മുമ്പുള്ളതിനേക്കാൾ നല്ലതാണ് അള്ളാഹുന്റെയും കൊണ്ടുവരാം. നല്ലതെന്ന് പറഞ്ഞാൽ കൂടുതൽ എളുപ്പമുള്ളത് അള്ളാഹുന്റെയും കൊണ്ടുവരും. ഇപ്പം രാത്രി നിസ്കരിക്കുക എന്നുള്ളത്, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ ആദ്യഘട്ടങ്ങളിൽ വാജിബായിരുന്നു, എല്ലാവർക്കും നിർബന്ധമായിരുന്നു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അൽ ആന ഖഫഫ, അള്ളാഹു പിന്നെന്ത് ചെയ്തു? വിശ്വാസികൾക്ക് എളുപ്പാക്കി കൊടുത്തു. അത് നിർബന്ധം എന്നത് മാറ്റി സുന്നത്താക്കി കൊടുത്തു അല്ലേ? അപ്പൊ അള്ളാഹു എളുപ്പാക്കി കൊടുത്തു. ഇങ്ങനെ അള്ളാഹു എളുപ്പമാക്കുകയായിരിക്കും ചില വിഷയങ്ങളിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ എന്താണ്? മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ, ആദ്യമുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പമുള്ളത്, നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളതായിരിക്കും രണ്ടാമത് അള്ളാഹു എന്ത് ചെയ്യുന്നത്? കൊണ്ടുവന്ന് നൽകുന്നത്. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ ആദ്യമുള്ളതിന് തുല്യമായ മറ്റൊരു വിധി ആയിരിക്കും അള്ളാഹു കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, എന്താണ് ഇങ്ങനെ മാറ്റിമറിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിനക്കറിയില്ലേ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടാണ്, എല്ലാത്തിൻ്റെയും നിയന്ത്രണം, എല്ലാത്തിൻ്റെ മുകളിലും കഴിവുള്ളവൻ, എല്ലാത്തിൻ്റെയും മുകളിൽ നിയന്ത്രണാധികാരമുള്ളവൻ അത് അള്ളാഹുവാണ്. അള്ളാഹുവിനത് മാറ്റിമറിക്കാനുള്ള അധികാരമുണ്ട്. അള്ളാഹു ഒരിക്കൽ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം പിന്നെ ഹലാലാണ് എന്ന് പറയാൻ അള്ളാഹുവിന് അധികാരമുണ്ട്. നമുക്ക് അധികാരമുണ്ടോ? എത്ര വലിയ ഉസ്താദായാലും ഷെയ്ഖായാലും അധികാരമുണ്ടോ ഹലാല് ഹറാമാക്കാൻ, ഹറാമ് ഹലാലാക്കാൻ? ഒരിക്കലുമില്ല. അതിൻ്റെ അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന് മാറ്റാം. പക്ഷെ അള്ളാഹു മാറ്റാത്ത കാര്യങ്ങളുണ്ട്. അതെന്താണ്? വിശ്വാസ കാര്യങ്ങൾ. അത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ പ്രശ്നമില്ല, അല്ലാത്തവരൊക്കെ ഇബാദത്ത് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹ് മാറ്റി, ഇനി മുതൽ അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യണം, അങ്ങനെ ഉണ്ടോ? ഇല്ല. തൗഹീദ് മാറ്റമില്ലാതെ തുടരുന്ന യാഥാർത്ഥ്യമാണ്. അത് ആദം അലൈഹിസ്സലാം മുതൽ, ആദം അലൈഹിസ്സലാമിന് മുമ്പ് മുതൽ, മനസ്സിലായില്ല, ആകാശ ലോകങ്ങൾ പടച്ചത് മുതൽ കാലാകാലത്തേക്കും തൗഹീദ് തന്നെയാണ്. അതിൽ മാറ്റമില്ല. എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രമാണ്. അത് മാറ്റാത്ത നിയമമാണ്. അത് പ്രത്യേകം ഓർമ്മിക്കുക. ശരി, വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, നിനക്കറിയില്ലേ? അലം തഅലം, നിനക്കറിയില്ലേ? അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ മുഴുവനും അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. പിന്നെ അള്ളാഹുവിന് ഈ ഇത്തരം ചെറിയ മസ്അലകൾ, ചെറിയ വിഷയങ്ങളിൽ ഹുക്കുമുകൾ, ഹലാൽ ഹറാമുകൾ മാറ്റാനുള്ള അധികാരം അള്ളാഹുവിന് ഉണ്ടാവുകയില്ലേ? അത് നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുത്താൽ പോരെ എന്ന അർത്ഥത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്. അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഒരു വലിയുമില്ല,
അള്ളാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് അവലംബമായി ആലംബമായി മറ്റൊരാളുമില്ല എന്ന് അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, അം തുരീദൂന അൻ തസ്അലു റസൂലക്കും, നിങ്ങൾ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ? കമാ സുഇല മൂസ മിൻ ഖബ്ലു, മുമ്പ് മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടതുപോലെ. അതെന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് മുശ്രിക്കുകൾ, അതുപോലെ തന്നെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ, അവർ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്താണ് അവർ ചോദിക്കാൻ തുടങ്ങിയത്? നീ ഞങ്ങൾക്ക് പിന്നെ ഇന്ന അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തരണം, ആകാശത്ത് നിന്ന് പിന്നെ ഒരു പുസ്തകം ഇറക്കി കാണിച്ചു തരണം, അതുപോലെ നീ ആകാശത്തെ കേണി വെച്ച് കയറിപ്പോകണം, അതുപോലെ നീ ഞങ്ങൾക്ക് അരുവി ഒഴുക്കി തരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എന്താണ്, അള്ളാഹു ഞങ്ങളോട് സംസാരിക്കട്ടെ, അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നാ ഞങ്ങൾ വിശ്വസിക്കാം. ഇങ്ങനെയുള്ള പിന്നെ ദുശാഠ്യങ്ങൾ, അനാവശ്യമായ ചോദ്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേലുകൾ ചോദിച്ചല്ലോ. എന്താണ്, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ, അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കൂല, കാണിച്ചു കൊണ്ട് അള്ളാഹുവിനെ നേരിട്ട്, എന്നൊക്കെയുള്ള കുഫറിന്റെ നിഷേധത്തിന്റെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അതുപോലെ മൂസാ നബിയോട് ചോദിച്ച അതുപോലെ നിങ്ങളുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ എന്ത് ചെയ്യാണ് പറയുകയാണ്. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ലു വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി ഫഖദ് ضل സവാഅ السبيل വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, ഈമാനിന് പകരം കുഫറിനെ സ്വീകരിച്ചവൻ, വിശ്വസിക്കേണ്ടതിന് പകരം അവിശ്വസിച്ചവൻ, അവൻ യഥാർത്ഥത്തിൽ നേരായ മാർഗത്തിൽ നിന്ന് വഴികെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ടാണ് സ്വഹീഹ് ബുഖാരിയിലെ ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅ്ദമൽ മുസ്ലിമീന ജുർമ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെമ്മാടി, ഏറ്റവും വലിയ തിന്മ ചെയ്തവൻ ആരാണ്? മൻ സഅല അൻ ഷൈഇൻ വലം യഹ്റും, അല്ലാഹു ഹറാമാക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക? കുത്തി 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 ഇങ്ങനെ ചോദിക്കുക. അങ്ങനെ ഫഹറമ മിൻ അജലി മസ്അലതി, അവൻ ഇങ്ങനെ ചോദിച്ചത് കാരണത്താൽ അള്ളാഹു അത് ഹറാമാക്കി. അങ്ങനെയുള്ള ആളാണ് വലിയ തമ്മാടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബനു ഇസ്രായേലുകൾ പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ച് പിന്നെ കുടുസായില്ലേ, അതുപോലെ. അപ്പോൾ അധികരിച്ച ചോദ്യങ്ങൾ അത് പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ തീരെ ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല, അറിയാൻ വേണ്ടി ചോദിക്കാം. രണ്ടും വ്യത്യാസമുണ്ട്. അനാവശ്യമായി തർക്കിക്കാനും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ താരതമ്യം ചെയ്യാനൊക്കെയുള്ള അനാവശ്യമായ ചോദ്യം, അതുപോലെ ചോദിച്ചുത്തരം മുട്ടിച്ച് നിഷേധിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, കുതർക്കത്തിന്റെ ചോദ്യങ്ങളാണ് ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരാൾ അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിലോ അത് അല്ലാഹു അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലേ? എത്രയോ ആയത്തുകൾ ഖുർആനിൽ കാണാം. യസ്അലൂനക അനിൽ മഹീദ്, ഹൈദിനെ കുറിച്ച് അതാ അവർ നിങ്ങളോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ യസ്അലൂനക അനിൽ അഹില്ല, ഈ ഹിലാലിന്റെ കാര്യങ്ങളെ കുറിച്ച് നിന്നോട് ഇതാ അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം, അല്ലേ? ഒരുപാട് മസലകൾ ഇതാ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ അല്ലാഹു അംഗീകരിച്ചതാണ്. പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി ചോദിക്കുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ തർക്കിക്കാനും പരാജയപ്പെടുത്താനും ചോദിക്കുന്നതോ അത് കടുത്ത ആക്ഷേപാർഹമായ കാര്യമാണ്. അതാണ് ഈ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നത്. രണ്ടും രണ്ടാണ്. ശരി, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും യഹൂദികളെ കുറിച്ച് പറയാൻ, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ജൂത നസ്രാനികളിൽപ്പെട്ട ധാരാളം ആളുകൾ അവരാഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു, ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ, ജൂതന്മാർക്ക് ഭയങ്കര അസൂയ മുഅ്മിനീങ്ങളെ കുറിച്ച്, ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിനെ കുറിച്ച് യഹൂദികൾക്കും നസ്രാനികൾക്കും കടുത്ത അസൂയ ബാധിച്ചു. കാരണം അവരെ മതത്തിലേക്കല്ലല്ലോ ആളുകൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വലിയ അസൂയ ബാധിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരിങ്ങനെ ആഗ്രഹിച്ചു, എന്താണ്, ഇവരൊക്കെ മുസ്ലിമീങ്ങളായിട്ട് തിരിച്ച് എന്ത് ചെയ്യണം?
കാഫറുകളായിട്ട് നിഷേധികളായി മാറണം. അപ്പൊ എന്നിട്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കണം, കണ്ടോ മുഹമ്മദിന്റെ അടുത്ത് രാവിലെ വിശ്വാസിയായി പോയവനൊക്കെ വൈകുന്നേരം കാഫറായി തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കണം. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യണം, ഇസ്ലാമിൽ നിന്ന് ഈ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു കടത്തണം. അതിനു വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്, അവരെന്ത് ചെയ്യും, അനുയായികളോട് പറയും, ജൂതന്മാരായ നേതാക്കന്മാർ അനുയായികളോട് പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, മുസ്ലിമായി എന്ന് പറഞ്ഞിട്ട് നബീൻ്റെ അടുത്ത് പോയിട്ട് മുനാഫിക്കായിട്ട് എന്ത് ചെയ്യുക, കപടവിശ്വാസിയായിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ കൂടുക. രാവിലെ പോയിട്ട് പറയാം ഞങ്ങൾക്ക് മുസ്ലിമായി, എന്നിട്ട് വൈകുന്നേരം പറയാം എന്ത്, നബീൻ്റെ സദസ്സിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം പറയാ ഇല്ല ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ കാഫിറായി എന്ന് പറഞ്ഞ് തിരിച്ചു വരിക. അപ്പൊ ഇവരെന്ത് ചെയ്യും, കണ്ടോ പിന്നെ മുഹമ്മദിന്റെ അടുത്ത് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരികയാണ്, ആരും അവനിൽ കുറെ നാളൊന്നും ഉറച്ചു വിശ്വസിക്കുന്നില്ല, ഉറച്ചു നിൽക്കുന്നില്ല എന്ന് കളവ് ആരോപിച്ചുകൊണ്ട് ഇത്തരം തട്ടിപ്പ് നടത്തിയിട്ട് എന്ത് ചെയ്യും, ആളുകളെ ഈ ദീനിൽ നിന്ന് ഇവർ തടയുമായിരുന്നു. എത്ര കുതന്ത്രക്കാരാ നോക്ക് നിങ്ങൾ, സുബ്ഹാന ജല്ല ജലാലു, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഓരോ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, പിന്നെ തങ്ങളുടെ അഹസദം മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്, സത്യം വ്യക്തമായ ശേഷവും വെറും അസൂയ കാരണത്താൽ ഇത്തരം പണികൾ ഈ ജൂതന്മാർ, അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്ത് അവതരിച്ചത് എന്താണ്, ഹുയയ്യ് ബിൻ അഖ്തബ് അതുപോലെ തന്നെ അബൂ യാസിർ എന്നീ പറയുന്ന രണ്ടാളുകൾ അവരുടെ വിഷയത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. അവരെന്ത് ചെയ്തു, വളരെ കഠിനമായിട്ട് മുസ്ലിമായ ആളുകളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി, കാഫിറാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പരിശ്രമം നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരി, അപ്പോൾ ഇവർക്കുള്ള മറുപടി എങ്ങനെ കൊടുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ്, ഫഅഫു അൻഹും ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. ഫഅഫു വസ്ഫഹു, നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ തൽക്കാലം ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുക. ഈ ഒരു സമയത്ത് അന്ന് മുസ്ലിമീങ്ങൾ ദുർബലരായിരുന്നു, അപ്പൊ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യാം. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. ഈ കടുത്ത ശത്രുക്കളായ കുതന്ത്രക്കാരായ അഹ്ലുൽ കിതാബ് ജൂതന്മാർ, അവർക്കെതിരെ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക. അള്ളാഹുവിന്റെ കൽപ്പന വരും ഒരു സമയത്ത്. എന്താ അള്ളാഹിന്റെ കൽപ്പന? അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി, അവർക്കെതിരെ ജിഹാദ് ചെയ്ത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കൽപ്പന വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാം, വിട്ടുനിൽക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തിയാൽ എന്ത് ചെയ്യും, പിന്നെ അവര് നശിപ്പിക്കപ്പെടുകയും അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ മുസ്ലിമീങ്ങളുടെ കൈകളിലൂടെ നടപ്പാക്കപ്പെടുകയും ചെയ്യും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖീമുസ് സ്വലാത വആതുസ് സകാത, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിസ്കാരം നിലനിർത്തുക. ഈ ജൂതന്മാരുടെ ഇത്തരമുള്ള തന്ത്രങ്ങളിലൊന്നും പോയി പെടരുത്. വഅഖീമുസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. വആതുസ് സകാ, സകാത്ത് നൽകുക. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന ഈ നന്മകൾ, അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു വ്യക്തമായി കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക, അതിനുള്ള പ്രതിഫലം അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. അതുപോലെ ഈ ജൂതന്മാർ പറഞ്ഞു, എന്താണ്, ജൂതന്മാർ പറഞ്ഞു ജൂതനായാലും മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. നസ്രാനികൾ പറഞ്ഞു നസ്രാനി ആയാലും മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. അള്ളാഹു പറഞ്ഞു, തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹം മാത്രമാണ്, അത് അവരുടെ ദുരാഗ്രഹം മാത്രമാണ്. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, ജൂതന്മാരൊക്കെ സ്വർഗത്തിൽ പോകും ബാക്കി എല്ലാവരും നരകത്തിൽ പോകും എന്നാണെങ്കിൽ നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരൂ
നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ തെളിവ് കൊണ്ടുവരൂ. തെളിവാണ് പ്രധാനം. അല്ലെങ്കിൽ ആർക്കും എന്തും പറയാലോ, ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വാദിക്കാം. സത്യവും അസത്യവും വേർതിരിയുന്നത് തെളിവുകളിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തെളിവ് നിങ്ങൾ ഹാജരാക്കൂ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് അള്ളാഹു നമ്മളോട് തെളിവ് ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. ബല, എന്നിട്ട് അള്ളാഹു അതിന് മറുപടി കൊടുക്കാൻ. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകുന്നത് ആര് എന്ന് അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ആരാണോ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നത്. കണ്ടോ, നമ്മൾ പഠിച്ചല്ലോ സൂറത്തു ബഖറയുടെ ലക്ഷ്യം അള്ളാഹുവിന് കീഴൊതുങ്ങലാണ്. അതിലേക്കാണ് ഈ ക്ഷണമൊക്കെ, ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് തൻ്റെ മുഖം കീഴ്പ്പെടുത്തിയാൽ, അതായത് ആരെങ്കിലും അള്ളാഹുവിന് കീഴൊതുങ്ങി തൗഹീദ് അനുസരിച്ച് ജീവിച്ചാൽ, തൻ്റെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രം ഒരാൾ സമർപ്പിച്ചാൽ, അത് എങ്ങനെ ആയിരിക്കണം സമർപ്പിക്കേണ്ടത്? വഹുവ മുഹ്സിനുൻ, ഇഹ്സാനോടുകൂടി. ഇവിടെ ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള 2 ഷർത്തുകൾ നമ്മൾ മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. ആ 2 നിബന്ധനകളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്ന് ഇഖ്ലാസ്, 2 അൽ ഇത്തിബാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെയും. ഒന്ന് അസ്ലമ, അള്ളാഹുവിന് കീഴൊതുങ്ങുക, അതായത് അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങുക, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം കൊടുക്കുക. രണ്ടാമത്തേത് മുഹ്സിൻ ആയിത്തീരുക, ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്യുക. എപ്പോഴാണ് ഒരു കാര്യം നല്ല രീതിയിൽ ആവുക? ഒരു കാര്യം ഇഹ്സാൻ ഉള്ളതാകുന്നത് എപ്പോഴാണ്? ഇത്തിബാഉർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ഫോളോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് വേണം. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി, അവനാണ് അല്ലാഹുവിൽ പ്രതിഫലമുള്ളത്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗം കേൾക്കാം. ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه
فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ഇനി അടുത്ത ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, അതിൽ ഒന്നാമത്തെ ആയത്ത് നമ്മൾ വെച്ചു കഴിഞ്ഞു. എന്താണ്? യഹൂദികൾ പറഞ്ഞു, വഖാലത്തിൽ യഹൂദു, ജൂതന്മാർ പറഞ്ഞു, ലൈസത്തിൻ നസാറ അലാ ഷൈഇൻ, നസറാനികൾ അവർക്ക് യാതൊരു തെളിവുമില്ല, അവർ കൃത്യമായ ഒരു അടിസ്ഥാനമില്ലാത്ത ആളുകളാണ്. വഖാലത്തിൻ നസാറ, നസറാനികൾ പറഞ്ഞു, ലൈസത്തിൽ യഹൂദു അലാ ഷൈഇൻ, ജൂതന്മാരാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത ആളുകൾ. വഹും യത്ലൂനൽ കിതാബ്, ഈ രണ്ടു കൂട്ടരും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് തങ്ങളുടെ വേദഗ്രന്ഥം പാരായണം ചെയ്തിട്ടാണ്. ആ വേദഗ്രന്ഥത്തിൽ ഇതിന് നേരെ വിരുദ്ധാണുള്ളത്. തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഇതിന് നേരെ വിരുദ്ധമായിട്ടാണുള്ളത്. കാരണം നസ്രാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മൂസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കൽ അവർക്ക് നിർബന്ധമാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം ഈസാ നബിനെ അംഗീകരിക്കൽ അവർക്കും നിർബന്ധമാണ്. പക്ഷെ അവർ രണ്ടു കൂട്ടരും പരസ്പരം നിഷേധിച്ചു. അങ്ങനെ നിഷേധിക്കുന്നതിലൂടെ രണ്ടു കൂട്ടരും ചെയ്തത് തെറ്റാണ് എന്നതിലേക്കാണ് വഹും യത്ലൂനൽ കിതാബ്, വേദഗ്രന്ഥം പാരായണം ചെയ്തിട്ടും അവര് പരസ്പരം തള്ളിപ്പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. കദാലിക ഖാലല്ലദീന ലാ യഅലമൂൻ, അതുപോലെ വിവരം കെട്ട അറിവില്ലാത്ത ചില ആളുകളും മിസ്ല ഖൗലിഹിം, ഈ ജൂതന്മാർ നസ്രാനികളും പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. അതായത് മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അറിവില്ലാത്ത ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ്. അവരും പറഞ്ഞു, എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ഒരു അടിസ്ഥാനവുമില്ലാത്ത ആളുകളാണ് എന്ന ആരോപണം പറഞ്ഞു. അപ്പോൾ ജൂതന്മാർ ഈസാ നബിയെ നിഷേധിച്ചു, മുഹമ്മദ് നബിയെ നിഷേധിച്ചു. നസറാനികൾ മൂസാ നബിയെ നിഷേധിച്ചു, പിന്നെ എന്താണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു. മുശ്രിക്കുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു. അങ്ങനെ ഈ ആളുകളൊക്കെ എന്ത് ചെയ്തു? നിഷേധത്തിലൂടെ ഇവർക്കൊന്നും ഒരു വിലയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഫല്ലാഹു യഹ്കുമു ബൈനഹും, അങ്ങനെ ഇവരൊക്കെ പരസ്പരം നിഷേധിച്ച് തള്ളാൻ. അല്ലാഹു പറഞ്ഞു, ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇവർക്കിടയിൽ വിധി നടപ്പാക്കുന്നതാണ്. ഇവർ പറഞ്ഞ ഈ ബാത്തില്, ഇവർ പറഞ്ഞ ഈ കളവുകൾ, തെറ്റുകൾ, അതിൻ്റെ മുകളിൽ അള്ളാഹു വിധി നടപ്പാക്കുന്നതാണ്. അവർക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നതാണ്. ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, ഇവർ ഈ പറഞ്ഞിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ, പരസ്പരം പറഞ്ഞിട്ടുള്ള ഈ ഭിന്നാഭിപ്രായങ്ങൾക്ക് അവർ അതിൻ്റെ മുകളിൽ വിധി അള്ളാഹു ഖിയാമത്ത് നാളിൽ നടപ്പാക്കുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുകയാണ്. ആരാണ് സ്വർഗത്തിൽ പോവുക, ആരാണ് നരകത്തിൽ പോവുക എന്ന് അള്ളാഹു അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ സംശയം, ഈ അഭിപ്രായ വ്യത്യാസം നീക്കി കൊടുക്കുന്നതാണ് എന്ന് ഇത്തരം ആളുകൾക്ക് അള്ളാഹു താക്കീത് ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്തത് പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ തൊട്ട് തടസ്സമുണ്ടാക്കുന്നവരെക്കാൾ അതിര് കടന്ന അക്രമികൾ മറ്റാരുണ്ട്? രണ്ട് വിഭാഗത്തെയാണ് മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതായത് അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ തൊട്ട് ജനങ്ങളെ തടുക്കുന്നവർ ആരാണ്? ഈ ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ ആരാണ്? ഒന്ന് നസറാനികളെ കുറിച്ചാണ്. അതായത് ബൈത്തുൽ മഖ്ദിസുമായി ബന്ധപ്പെട്ട് നസറാനികളെ കുറിച്ചാണ് ഇത് ഉദ്ദേശിച്ചത് എന്ന് ധാരാളം സലഫുകൾ, മുൻഗാമികൾ തഫ്സീർ കൊടുത്തത് കാണാൻ സാധിക്കും. അതായത് നസറാനികൾ അവരെന്ത് ചെയ്തു? ഒരു മജൂസി ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യായിരുന്നു? ഈ ബൈത്തുൽ മഖ്ദിസിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ശവങ്ങളും വേസ്റ്റും പിന്നെ ഒക്കെ ഇട്ടിട്ട് അതിനെ നശിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവനെ ജൂതന്മാരും നസറാനികളും സഹായിക്കുകയും ചെയ്യും ഈ കാര്യത്തിൽ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ചില തഫ്സീറുകളിൽ കാണാൻ നസറാനികൾ ഈ കാര്യത്തിൽ അവനെ സഹായിക്കുമായിരുന്നു, ജൂതന്മാരില്ല.
അങ്ങനെ അള്ളാഹുവിൻ്റെ പിന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മസ്ജിദിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ആളുകളെ ഈ നസറാനികൾ ബൈത്തുൽ മഖ്ദിസിനെ തൊട്ട് തടയുമായിരുന്നു. അവർ എത്ര അതിക്രമകാരികളാണ് എന്നതാണ്. ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു, അള്ളാഹുവിൻ്റെ നാമം ആ മസ്ജിദുകളിൽ ആ മസ്ജിദുകളിൽ ഓർമ്മിക്കപ്പെടുന്നതിനെ തൊട്ട് ജനങ്ങളെ തടയുന്ന ആളുകൾ അവരെത്ര അക്രമകാരികളാണ് എന്നാണ് ചോദ്യം. അതുപോലെ മറ്റൊരു ഉദ്ദേശം മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ്. മക്കയിലെ മുശ്രിക്കുകൾ നബിയും സഹാബിമാരും കഅബയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് വന്നല്ലോ. വന്ന സമയത്ത് ഹുദൈബിയയിൽ വെച്ച്, ഹുദൈബിയ സന്ധി ഉണ്ടായല്ലോ, അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും തടഞ്ഞു നിർത്തി, നിങ്ങൾ മക്കയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അതുവരെ ഉണ്ടായിരുന്ന നിയമം എന്താണ്? കഅബയെ തൊട്ട് ഒരാളെയും തടയാൻ പാടില്ല എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മക്കക്കാരൻ തൻ്റെ സ്വന്തം ഉപ്പനെയും പിന്നെ ആങ്ങളെയും ഒക്കെ കൊന്ന ഒരു കൊലയാളിയെ പിന്നെ മസ്ജിദുൽ ഹറമിൽ വെച്ച് കണ്ടാൽ, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടാൽ അവനെ പോലും തടയാൻ പാടില്ല എന്ന നിയമമായിരുന്നു ഖുറൈശികളുടെ അടുത്തുണ്ടായിരുന്നത്. അത്രത്തോളം അവരെന്ത് ചെയ്തിരുന്നു? കഅബയെയും ഹറമിനെയും ആദരിച്ചിരുന്നു. സ്വന്തം ഉപ്പാനെ കൊന്ന കൊലയാളിനെ പോലും എന്ത് ചെയ്യുമായിരുന്നില്ല? മക്കയിലെ മുശ്രിക്കുകൾ തടയുമായിരുന്നില്ല മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട്. പക്ഷേ ഇക്കൂട്ടർ എന്ത് ചെയ്തു? സ്വഹാബിമാരും നബിയും വന്നപ്പോൾ അവരെ എന്ത് ചെയ്തു? തടഞ്ഞു നിർത്തി. എന്ത് പറഞ്ഞിട്ട്? ബദറിൽ വെച്ച് ഞങ്ങളുടെ ഉപ്പമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും ഒക്കെ കൊന്ന കൊലയാളികളാണ് നബിയും സ്വഹാബത്തും എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? തടഞ്ഞു നിർത്തി. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മസ്ജിദുൽ ഹറമിനെ തൊട്ട് വിശ്വാസികളെ തടഞ്ഞു നിർത്തിയ ആളുകൾ എന്ന അർത്ഥവും ഇതിലുണ്ട്. മൊത്തത്തിൽ ആമായി ഈ ആയത്തിനെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതിൽ നിന്ന് ആളുകളെ തടയാൻ വേണ്ടി ഫിത്നയും കുഴപ്പങ്ങളും പിന്നെ ഗീബത്ത് നമീമത്തും പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അതുപോലെയുള്ളവരൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ മസ്ജിദുകളെ തകർക്കാൻ വേണ്ടി കുതന്ത്രവും പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നടക്കുന്നവർ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരിയായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട മസ്ജിദുകൾ. ശരി, അപ്പോൾ വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ, ഈ മസ്ജിദുകൾ അതിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, അവരെക്കാൾ അതിക്രമകാരികൾ ആരുണ്ട്? ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടല്ലാതെ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ മസ്ജിദുകളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നില്ല. അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിച്ചിട്ടല്ലാതെ ഈ പള്ളിയിൽ കയറാൻ, മസ്ജിദുൽ ഹറമാകട്ടെ മസ്ജിദുൽ അഖ്സയാകട്ടെ ഇനി ഏതൊരു മസ്ജിദാകട്ടെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ അവർക്ക് അവിടെ പ്രവേശിക്കാൻ പാടുണ്ടായിരുന്നില്ല. പക്ഷെ അവർ അവിടങ്ങളിൽ അതിക്രമങ്ങൾ പിന്നെ അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. ലഹും ഫിദ്ദുനിയാ ഖിസിയൻ, അവർക്ക് ദുനിയാവിൽ നിന്ദതയുണ്ട്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, ആഖിറത്തിലാകട്ടെ അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. ഇനി അടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ യഹൂദികളുടെ ആരോപണങ്ങൾക്ക് വീണ്ടും മറുപടി കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാം. വമൻ, അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. അതായത് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവന് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം എന്നാണോ? അല്ല, എന്തെങ്കിലും പ്രത്യേക ഉദുർ കാരണത്താൽ, ഉദാഹരണത്തിന് ഒരാൾ കിടപ്പിലായി, അയാൾക്ക് കാബന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ അയാൾ എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും, അല്ലണ്ടോ കിടന്നിട്ടാണ് നിസ്കരിക്കുന്നത്. എങ്കിൽ അത് മതി, അള്ളാഹു അവിടെ ഉണ്ട്, അള്ളാഹു അവന്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുമല്ല. അള്ളാഹു ഫിസ്സമ, അള്ളാഹു ആകാശത്താണ്. അള്ളാഹു നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ ഇബാദത്ത് നിരീക്ഷിച്ച് അള്ളാഹു അത് സ്വീകരിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ചിന്തിച്ച് മനസ്സിലാക്കണം. അല്ലാതെ അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന പിന്നെ തെറ്റായ വാദം, പിഴച്ച വാദം മനസ്സിലാക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, അപ്പൊ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചാലും ഇബാദത്ത് ചെയ്താലും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഉദ്ർ കാരണത്താൽ തിരിഞ്ഞാലും
അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന കാരണത്താൽ തിരിഞ്ഞാലും, അള്ളാഹു ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ പറഞ്ഞു, പിന്നെ എന്താണ് കഅബയിലേക്ക് തിരിയാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വ്യത്യസ്ത ദിശകളിലേക്ക് തിരിഞ്ഞാലും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെ കാണുകയും നിങ്ങളുടെ ഇബാദത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. അള്ളാഹു വിശാലമായി ഉള്ളവനാണ്, അള്ളാഹു വിശാലതയുള്ളവനാണ്, എല്ലാം അറിയുന്നവനുമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതായത് അള്ളാഹു വിശാലതയുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശാലമായി ഔദാര്യവും റഹ്മത്തും ഒക്കെ ചെയ്യുന്നവനാണ് എന്നാണ് അർത്ഥം. അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു അറിയുന്നവനാണ് എന്നർത്ഥം. വഖാലു, എന്നിട്ട് ഈ വേദക്കാർ അവർ പറഞ്ഞു, ഇത്തഖദല്ലാഹു വലദാ, അള്ളാഹു ഇതാ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. ജൂതന്മാർ പറഞ്ഞു ഉസൈർ ബിനുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്. നഊദു ബില്ലാഹ്. നസ്രാനികൾ പറഞ്ഞു പിന്നെ ഈസാ അലൈഹിസ്സലാം മസീഹ് ബിനുല്ലാഹ്, ഈസാ നബി അള്ളാഹുവിന്റെ മകനാണ്. മുശ്രിക്കുകൾ പറഞ്ഞു അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. അല്ലാഹുൽ മുസ്തആൻ. തശാബഹത് ഖുലൂബുഹും, അവരെല്ലാവരും പറഞ്ഞത് ഒരുപോലെ ആണ്, എല്ലാം ഗുരുതരമായ തിന്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖാലു ഇത്തഖദല്ലാഹു വലദഹ സുബ്ഹാനഹു, അള്ളാഹു ഇതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ്. ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ, അള്ളാഹുവിൻ്റെതാണ് ആകാശഭൂമികളിലുള്ള സകലതും, ഒന്നും അള്ളാഹുവിന്റെ ഭാഗമായിട്ടുള്ള അവന്റെ സന്താനമല്ല, നേരെമറിച്ച് എല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിന് കീഴിലുള്ള അവന്റെ അടിമകളാണ്. കുല്ലുൻ ലഹു ഖാനിതൂൻ, എല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ളതാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ തന്നെ ഭാഗമായിട്ടുള്ള അവന്റെ സന്താനങ്ങളായി ഒന്നും തന്നെ ഇല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബദീഉസ് സമാവാതി വൽ അർദ്, മുൻ മാതൃകയില്ലാതെ ആകാശഭൂമികളെ പടച്ചവനാണ്. മനുഷ്യന്മാർ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും മാതൃകകൾ ഉണ്ടാവും അല്ലെ? ഒന്ന് നോക്കിയിട്ടാണ് വേറൊന്ന് ഉണ്ടാക്കുക. ഒന്നിൽ നിന്ന് വേറൊന്ന് ഉണ്ടാക്കാനേ മനുഷ്യന് പറ്റുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു മാതൃകയുമില്ലാതെ ഉണ്ടാക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ബദീഉസ് സമാവാതി വൽ അർദ്, മുൻ മാതൃകകളില്ലാതെ ആകാശഭൂമികളെ പടച്ചവനാകുന്നു റബ്ബ്. ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അള്ളാഹു തീരുമാനിച്ചാൽ കുൻ ഫയകൂൻ, അതിനോട് ഉണ്ടാക്, കുൻ എന്ന് അള്ളാഹു പറഞ്ഞാൽ മതി, ഫയകൂൻ അതാ അത് ഉണ്ടാവുകയായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹുവിന് കുറെ പ്രയാസവും അധ്വാനവുമില്ല, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഖാലല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്ത ആളുകൾ പറഞ്ഞു, വഖാലല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്ത മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞു, ലൗലാ യുകല്ലിമുനല്ലാഹ്, അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമായിരുന്നു. ഔ തഅതീന ആയ, അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് വലിയൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊണ്ട. അവരൊരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അല്ലേ? ആകാശത്തേക്ക് കയറിപ്പോക, ആകാശത്ത് നിന്ന് കിതാബ് ഇറക്കി കൊണ്ടുവരാം, പിന്നെ അതുപോലെ നദി അരുവി ഒഴുക്കി കൊടുക്കുക, അതുപോലെ സ്വർണത്തിന്റെ വലിയ കൊട്ടാരം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടു. കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, അപ്പോൾ അല്ലാഹു അവർക്ക് മറുപടി കൊടുക്കാൻ, ഈ മുശ്രിക്കുകൾ മാത്രമല്ല ഇവർക്ക് മുമ്പുണ്ടായിരുന്ന ജൂതന്മാർ, നസറാനികൾ, അഹ്ലുൽ കിതാബ്, അവരും അവരുടെ നബിമാരോട് ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതായത് അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടില്ലേ? ചന്ദ്രനെ പിളർത്തി കാണിച്ചിട്ടില്ലേ? അതുപോലെ പല പല ആയത്തുകൾ അള്ളാഹു കാണിച്ചിട്ടില്ലേ? കാണിച്ചിട്ടുണ്ട്. പിന്നെന്തുകൊണ്ടാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ദൃഷ്ടാന്തങ്ങളാണ്, മുഅ്ജിസത്തുകളാണ് കാണിക്കുക. അല്ലാതെ ഓരോ മനുഷ്യനും ആവശ്യപ്പെടുന്ന ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ അതിലൊരു അർത്ഥമില്ലല്ലോ, അത് അവസാനിക്കൂലല്ലോ, അത് തീരോ? ഓരോരുത്തർ വന്നിട്ട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ആകാശത്തുനിന്ന് മഴ ഇറങ്ങുന്നത് കാണണം, അപ്പൊ അവന് മഴ ഇറക്കി കൊടുത്തു. അപ്പൊ വേറൊരുത്തൻ വന്നിട്ട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ചന്ദ്രനെ പിളർത്തി കാണിക്കണം, അപ്പൊ അവന് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പൊ വേറൊരുത്തൻ വന്നിട്ട് ഞാൻ വിശ്വസിക്കണമെങ്കിൽ പാറന്റെ അകത്തുനിന്ന് ഒട്ടകം ഇറങ്ങി വരണം, അപ്പൊ അവനത്, ഇങ്ങനെ ഓരോരുത്തരും ആവശ്യപ്പെടുന്ന കാണിച്ചു കൊടുത്താൽ അതിന് ഒരു പിന്നെ എന്തില്ല, അതൊരു എന്താ പറയാ, അതൊരു അള്ളാഹുവിന് യോജിച്ചതല്ലല്ലോ. ഓരോരുത്തർ ചോദിക്കുന്നൊക്കെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അവന് വിശ്വസിക്കുക. അങ്ങനെയല്ല, അള്ളാഹു വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്
വിശ്വസിക്കാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തശാബഹത് ഖുലൂബുഹും, ഇപ്പോ ഈ അത്ഭുതങ്ങൾ വേണമെന്ന് ചോദിച്ച ആളുകളും ഇവർക്ക് മുൻപ് ഇങ്ങനെ മൂസാ നബിയോടൊക്കെ ചോദിച്ച ആളുകളും അവരുടെ ഒക്കെ ഹൃദയങ്ങൾ ഒരുപോലെയാണ്. സത്യനിഷേധികളെ ഏത് കാലത്തെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാവരെയും ഹൃദയങ്ങൾ, അവരുടെ ന്യായീകരണങ്ങൾ, ദുർന്യായങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹ് പറയണം, ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ, ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഖുർആൻ അവതരിപ്പിച്ചതിലൂടെ, അല്ലേ? ഖുർആൻ തന്നെയാണല്ലോ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. അതുപോലെ തന്നെ ചന്ദ്രനെ പിളർത്തിയതിലൂടെ, അതുപോലെയുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഓരോരുത്തരും ചോദിക്കുന്നതനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യില്ല? കാണിച്ചു കൊടുക്കുകയില്ല. ഇന്ന അർസൽനാക ബിൽ ഹഖി, ഏറ്റവും വലിയ ദൃഷ്ടാന്തം, ഇന്ന അർസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, നബിയെ താങ്കളെ ഞാൻ ഇതാ നിയോഗിച്ചിരിക്കുന്നത് ബിൽ ഹഖ്, ഖുർആൻ കൊണ്ടാണ്. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ഖുർആനുമായി ഇതാ ഞാൻ താങ്കളെ നിയോഗിച്ചിരിക്കുകയാണ്. ബഷീറൻ വനദീറ, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന, നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന ഖുർആനിലൂടെ താങ്കളെ ഖുർആനുമായി ഞാനിതാ നിയോഗിച്ചിരിക്കുകയാണ്. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം, ഈ നരകക്കാരെ കുറിച്ച് താങ്കളോട് അള്ളാഹു ചോദിക്കുകയില്ല. അതായത് എന്താണ്? പിന്നെ നരകക്കാരുടെ ഉത്തരവാദിത്തം അത് താങ്കൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല? ഖിയാമത്ത് നാളിൽ എടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നീ സങ്കടപ്പെടണ്ട, പ്രയാസപ്പെടണ്ട എന്ന അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട? ചിന്തിച്ച് പ്രയാസപ്പെടേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, യഹൂദികളും നസ്രാനികളും അവരുടെ മാർഗം നീ പിന്തുടരുന്നത് വരെ, അതായത് ജൂതന്മാർ പറഞ്ഞതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരെ ജൂതന്മാർ വിശ്വസിക്കുകയില്ല. നസ്രാനികൾ പറഞ്ഞതൊക്കെ അനുസരിച്ച് നബി, അവർ പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം? ഒരു നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങണം, എന്നാലേ അവർ നിങ്ങളെപ്പറ്റി തൃപ്തരാവുകയുള്ളൂ. എന്നാൽ അങ്ങനെ ആകാൻ പറ്റുമോ? ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, നബി അവരോട് മറുപടി പറഞ്ഞു കൊടുക്കുക, അള്ളാഹു കാണിച്ചു തന്ന മാർഗദർശനമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള മാർഗദർശനം. വല ഇനിത്തബഅത അഹ്വാഅഹും, നബിയെ ഈ ജൂതന്മാരും നസ്രാനികളൊക്കെ പറഞ്ഞു തരുന്ന ഈ ഇത്തരം ദേഹേച്ഛകൾ, അവരുടെ തന്നിഷ്ടങ്ങൾ, അതിനെ താങ്കൾ പിന്തുടരുകയാണ് എങ്കിൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, താങ്കൾക്ക് ശരിയായ ഹക്ക് അറിവ് വന്നെത്തിയ ശേഷവും താങ്കൾ ഇവരുടെ ഈ വഴികേടുകളെ പിന്തുടർന്നാൽ, മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു സഹായവും പിന്നെ നിനക്ക് ഉണ്ടാവുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ആളുകളെ പിന്തുടരാൻ, അനുസരിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ, അള്ളാഹുവിൽ നിന്ന് നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് യഹൂദി നസ്രാനികൾ പറയുന്നത് കേട്ടിട്ട് അവരുടെ പിന്നാലെ പോകണ്ട എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി, അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത ആളുകൾ അതാരാണ്? സഹാബത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സഹാബിമാരെ മദ്ഹ് ചെയ്തുകൊണ്ട് അള്ളാഹു പറയാൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്യുന്നു? യത്ലൂനഹു ഹഖ്ക തിലാവതി, അവരാ ഖുർആനിനെ ശരിയായ രീതിയിൽ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആ ഖുർആനിനെ തെറ്റില്ലാതെ പാരായണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറിച്ച് അതിൻ്റെ നിയമങ്ങൾ അവർ പാലിക്കുന്നു, ഖുർആൻ അനുസരിച്ച് അവർ ജീവിക്കുന്നു. ഖുർആൻ ഹലാലാക്കിയ കാര്യങ്ങൾ ഹലാലാക്കുകയും ഹറാമാക്കിയ കാര്യങ്ങൾ ഹറാമാക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാകുന്നു യഥാർത്ഥത്തിൽ വിശ്വസിച്ച ആളുകൾ. വമൻ യക്ഫുറു ബിഹി, ഈ ഖുർആനിനെ ആരാണോ കളവാക്കുന്നത്, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാകുന്നു നഷ്ടക്കാർ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്നെക്കുറിച്ച് ആര് കേൾക്കുന്നുവോ എൻ്റെ ഈ ഉമ്മത്തിൽ, യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ, അവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും ബനി ഇസ്രായേലുകൾ വിളിച്ച് ഓർമ്മപ്പെടുത്താൻ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് അള്ളാഹു മറ്റുള്ളവരെക്കാൾ ഫദ്ല് മഹത്വം നൽകിയിട്ടുണ്ട്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. നിങ്ങൾ ഒരു ദിവസത്തെ ഭയപ്പെടണം. മുമ്പ് ഇതേപോലെയുള്ള ആയത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. എന്താണ് വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ. ഒരു മനുഷ്യനും ഒരാൾക്കും മറ്റൊരാളെയും രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ദിവസം, ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ. ഒരു പ്രായശ്ചിത്തവും അല്ലെങ്കിൽ ഒരു ഫിദിയ, ഒരു എന്തെങ്കിലും പൈസയോ സമ്പത്തോ ഒന്നും കൊടുത്താലൊന്നും അവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. വലാ തൻഫഉഹാ ശഫാഅ. ഒരു ശുപാർശകന്റെ ശുപാർശയും ഉപകാരപ്പെടാത്ത ആ അന്ത്യനാൾ. വലാഹും യുൻസറൂൻ. ഒരു രക്ഷയുമില്ലാത്ത ആ അന്ത്യനാൾ, അതിനെ നിങ്ങൾ പേടിച്ച് ഭയപ്പെട്ടുകൊള്ളുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ആയത്തുകൾ കേൾക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله إن الله واسع عليم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون
يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. إن شاء الله جزاكم الله خيرا وصلى الله على نبينا محمد والسلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.